സ്ഥാപിതമായ 2000 വർഷങ്ങൾ പഴക്കമുള്ള പരിശുദ്ധ മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ അഭിമാന ഭാജനമായ എന്റെ വാത്സല്യ സഹോദരങ്ങളെ, പ്രിയ വൈദികരെ, സഹോദര പിതാക്കന്മാരെ, എന്തുകൊണ്ടാണ് മലങ്കര സഭയ്ക്ക് ഇങ്ങനെ ഒരു ഉപരോധ സമരത്തിലേക്ക് കടന്നു വരേണ്ടി വന്നത് എന്നുള്ളത് നമുക്കെല്ലാം അറിയാവുന്ന കാര്യമാണ്. എന്നാൽ അത് ഒരിക്കൽ കൂടി ഒന്ന് മനസ്സിലാക്കുവാനും പ്രത്യേകിച്ച് നീതി നടപ്പാക്കി തരേണ്ടുന്ന സർക്കാരിന്റെ ചുമതലക്കാരെ അത് മാന്യമായ ഭാഷയിൽ സമാധാനത്തിന്റെ ഗാന്ധിയൻ മാർഗത്തിലൂടെ മനസ്സിലാക്കി കൊടുക്കുവാനുമുള്ള ഒരു സൂചനാ റാലിയും സമരവുമാണ് ഇന്ന് ഇവിടെ നടക്കുന്നത്. നമുക്കറിയാം, ഇത് ശാന്തമായ ഒരു റാലി ആയിരിക്കുമെന്ന് ശ്രീമാൻ തിരുവഞ്ചൂർ രാധാകൃഷ്ണന് വളരെ വ്യക്തമായിട്ട് അറിയാം. അതുകൊണ്ടാണ് വളരെ യാതൊരു കുഴപ്പമില്ലാത്ത രീതിയിൽ ഇതിനെ അഭിമുഖീകരിക്കുവാനായിട്ട് സന്നദ്ധനാകുന്നത്. ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ അവരുകൾ അദ്ദേഹത്തിന്റെ ഓഫീസിനകത്തുണ്ട്. ഒരു കുഴപ്പവും അദ്ദേഹത്തിന് ഇല്ല, ഒരു കുഴപ്പവും നമുക്കുമില്ല. ഇന്ന് നമുക്ക് പറയാനുള്ള ചില കാര്യങ്ങൾ അദ്ദേഹം മുഖാന്തരം ഈ സർക്കാർ അറിഞ്ഞിരിക്കേണ്ടുന്നത് അത്യാവശ്യമായതുകൊണ്ടാണ് ഈ സമ്മേളനം ഇവിടെ നടക്കുന്നത് എന്ന് ആദ്യമായിട്ട് ഓർമ്മിപ്പിക്കുകയാണ്. ഈ സമ്മേളനം ഇന്നുകൂടെ ശാന്തമാണ്. എന്നാൽ നാളെ വിശുദ്ധ കുർബാനയ്ക്ക് വേണ്ടി മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭാ മക്കൾ 2000-ലധികം ദേവാലയങ്ങളിൽ തടിച്ചുകൂടുമ്പോൾ ഈ വിഷയത്തിന് പരിഹാരമായിട്ടില്ല എങ്കിൽ വിശുദ്ധ കുർബാന കഴിയുമ്പോൾ കാരണമാകരുത് എന്ന് പ്രിയ സർക്കാരിനോടും അതിന്റെ ചുമതലക്കാരോടും അപേക്ഷിക്കുവാനായിട്ടാണ് ഇന്ന് ഞങ്ങൾ ഇവിടെ കൂടി വന്നിരിക്കുന്നത്. ആദ്യമേ എനിക്ക് ഓർപ്പിക്കുവാനുള്ളത്, ബലഹീനായ ഞാൻ ഇന്ന് കുന്നംകുളത്ത് ആർത്താറ്റ് സെന്റ് മേരീസ് കത്തീഡ്രൽ ദേവാലയത്തിലാണ് വിശുദ്ധ കുർബാന അർപ്പിച്ചത്. ഇന്നത്തെ വിശുദ്ധ കുർബാനയ്ക്ക് അവിടെ തിങ്ങിക്കൂടിയ ആളുകൾ, പ്രത്യേകിച്ച് മലങ്കര സഭയുടെ പരമാധ്യക്ഷന് വേണ്ടി പ്രാർത്ഥിക്കുന്നതായ ഒന്നാം തുർദ്ദേന സമയം വന്നപ്പോൾ എല്ലാവരും കരയുന്നതായ ഒരു അനുഭവം ഉണ്ടായി. ഈ അനുഭവം നാളെയും ഉണ്ടായി കഴിയുമ്പോൾ, നാളത്തെ കുർബാന കഴിഞ്ഞാൽ ഞങ്ങളുടെ വിശ്വാസികളെ ഒരുപക്ഷെ ഞങ്ങൾക്ക് നിയന്ത്രിക്കുവാനായിട്ട് സാധിക്കുമോ? അത് സർക്കാർ അറിയണം. താല്പര്യമുള്ളവർ ഏറ്റവും ചുരുങ്ങിയ വാക്കിൽ പറയുകയാണ്. കേസിനെ കുറിച്ച് പറയുമ്പോൾ, ഈ കേസ് കൊടുത്തത് നമ്മളല്ല. യാക്കോബായ പക്ഷം അവർക്ക് വേണ്ടി വിഘടിത പക്ഷം ഇന്ന് യാക്കോബായ സഭ എന്നറിയപ്പെടുന്ന പുത്തൻകുരിശ് സൊസൈറ്റി അവർ കൊടുത്ത കേസാണ്. ആ കേസിൽ അവർ സമ്പാദിച്ചതായ വിധി നടപ്പാക്കി തരണമെന്ന് മാത്രമാണ് സഭ ആവശ്യപ്പെടുന്നത്. ആ പ്രസ്ഥാനത്തിന് അവരുടേതായ നേതാക്കന്മാരുണ്ടെങ്കിൽ ആ നേതാക്കന്മാരോട് മാധ്യമങ്ങൾ ചോദിച്ചപ്പോൾ വിധി നടപ്പാക്കുവാനായിട്ട് നിങ്ങൾ കൊടുത്ത കേസിന് നിങ്ങൾക്ക് ലഭിച്ച വിധി നടപ്പാക്കി തരുന്നതിന് എന്താണ് പ്രയാസമെന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു, അല്ല, വിധിയല്ല ഞങ്ങൾക്ക് കാര്യം, ആരാധനാ സ്വാതന്ത്ര്യം വേണം. വാത്സല്യമുള്ളവരൊരു കാര്യം മനസ്സിലാക്കണം, മലങ്കര സഭയുടെ എല്ലാ ദേവാലയങ്ങളും സർവമാന ജനത്തിനും വേണ്ടി അതിന്റെ ആരാധനാലയങ്ങൾ തുറന്നിട്ടിരിക്കുന്ന ഒരു സഭയാണ് മലങ്കര സഭ. പരിശുദ്ധ പരിമളപ്പള്ളി അതിനൊരു ഉദാഹരണമാണ്. അവിടെ പുതുപ്പള്ളി അതിന് ഉദാഹരണമാണ്. മലങ്കര സഭയിലെ അങ്ങോളം ഇങ്ങോളമുള്ള ദേവാലയങ്ങൾ മുഴുവൻ എല്ലാവർക്കും ആർക്കും പ്രവേശനമില്ല എന്ന് ഒരു ദേവാലയത്തിന്റെ മുന്നിൽ എഴുതി വെച്ചിട്ടില്ല. എല്ലാവർക്കും വരാം, പ്രാർത്ഥിക്കാം. താല്പര്യമുള്ളവരെ ഓർക്കുക, അനീതി നടമാടുന്നു എന്നുള്ള ഉത്തമ ബോധ്യം വന്നതുകൊണ്ടാണ് സഹന സമരം, മരണം വരെയും ഉപവാസമല്ലാതെ ഇതിന് മറ്റു മാർഗമില്ല എന്ന ഉത്തമ ബോധ്യം ഉണ്ടായതുകൊണ്ടാണ് പരിശുദ്ധ ഭാവാതിരി മനസ്സുകൊണ്ട് കഴിഞ്ഞ ഞായറാഴ്ച ഉപവാസത്തിലേക്ക് തീരുമാനമെടുത്ത് കോലഞ്ചേരി
പള്ളിയുടെ മുൻപാകെ ഈ ഉപവാസ തപസ് ആരംഭിച്ചത്. അഭിനന്ദനായ അപ്രയം തിരുമേനി ഓർപ്പിച്ചതുപോലെ അദ്ദേഹം ഇന്നും ആവർത്തിച്ചു പറഞ്ഞു, മലങ്കര സഭയിൽ കേരളത്തിൽ നീതി നടപ്പാകാത്തൊരു സാഹചര്യത്തിൽ ഞാൻ ഭക്ഷണം കഴിച്ചതുകൊണ്ടോ എന്റെ ജീവൻ നിലനിർത്തിയത് കൊണ്ടോ യാതൊരു കാര്യവുമില്ല. അതുകൊണ്ട് മരണമെങ്കിൽ മരണം. ഈ നീതി നിഷേധം, ഈ അസത്യത്തിന് കൂട്ടുനിൽക്കുന്നതായ പ്രവണത അവസാനിച്ചേ മതിയാകൂ എന്ന് അദ്ദേഹം പറഞ്ഞു. വാത്സല്യമുള്ളവരെ, നമുക്കറിയാമല്ലോ 24 മണിക്കൂറും സുതാര്യതയുടെ പേരിൽ ഓഫീസ് തുറന്നു വെച്ച് മീഡിയയ്ക്കെല്ലാം പ്രവേശനം കൊടുത്ത് ലോകത്തിന്റെ ഏത് കോണിലിരുന്നും നമ്മുടെ മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇപ്പൊ നമുക്ക് കാണാം. എന്താണ് അവിടെ കാണുവാനൊക്കുന്നത്? നീതി നടപ്പാകുന്നില്ല എങ്കിൽ നട്ടല്ലില്ലാത്തൊരു കസാരയാണ് അവിടെയെങ്കിൽ ലോകം കാണുന്നത് എന്ന് പ്രത്യേകമായിട്ട് ഓർത്തിരിക്കേണ്ടത് ആവശ്യമാണ്. ഇന്ന് അദ്ദേഹത്തിന് മറ്റൊരു പ്രസ്താവനയുണ്ട്. ഒരു പ്രസ്താവനയെ കുറിച്ച് അഭിനന്ദനോടൊപ്പം ക്രിസോസ്റ്റം തിരുമനസ്സുകൊണ്ട് സംസാരിക്കുകയുണ്ടായി. ഇനി മറ്റൊരു പ്രസ്താവനയുണ്ട്. അത് പറയേണ്ടി വരുന്നതിൽ അല്പം സങ്കടമുണ്ട്. കയ്യടി കിട്ടാനുള്ള മറ്റൊരു പ്രസ്താവന എന്താണെന്നറിയാമോ? സേവന ബില്ലെന്നൊരു ബില്ലുണ്ടാക്കി. ലോകായുധ, ജനലോകായുധ അതേ പാരമ്പര്യത്തിൽ ഒരു സേവന ബില്ല്. എന്താണ് സേവന ബില്ല്? സർക്കാരിൽ നിന്നും അതിൽ ഉദ്യോഗസ്ഥരിൽ നിന്നും ജനങ്ങൾക്ക് ലഭിക്കേണ്ട സേവനം വൈകുന്നത് കുറ്റകരമാണ് എന്ന ഒരു ബില്ലുണ്ടാക്കിയിട്ട് അങ്ങനെ വൈകിക്കുന്നവരെ അറസ്റ്റ് ചെയ്യുവാനുള്ള ഒരു ബില്ല് നമ്മുടെ മുഖ്യമന്ത്രി പറയാണ് ആ ബില്ലിന്റെ പരിധിയിൽ മുഖ്യമന്ത്രിയെ കൂടെ ഉൾപ്പെടുത്തണം. മുഖ്യമന്ത്രി പറയാണ് ഈ ബില്ലിന്റെ പരിധിയിൽ മുഖ്യമന്ത്രിയെ കൂടെ ഉൾപ്പെടുത്തണം. പരാതി സെല്ലുണ്ടാക്കിയിട്ടുണ്ട്. പരാതി സെല്ലിൽ പരാതികളും വരുന്നുണ്ട്. 7 ദിവസങ്ങളായി മലങ്കര സഭയുടെ എല്ലാ കോണുകളിൽ നിന്നും ആവശ്യപ്പെടുന്നത് ഒരു കാര്യമേ ഉള്ളൂ: നീതി നടപ്പാക്കുക. പരിശുദ്ധ കാർവഹിക്ക ബാബ തിരുമനസ്സുകൊണ്ട് പൗരസ്ത്യ ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ അധ്യക്ഷനാണെങ്കിൽ എല്ലാ ലോകവും ആദരിക്കപ്പെടുന്ന പൗരസ്ത്യ സഭയുടെ നേതാവെന്ന നിലയിൽ അദ്ദേഹം ഒരു ആഗോള ക്രൈസ്തവ നേതാവാണ്. അദ്ദേഹത്തിന് ആശംസകൾ അർപ്പിച്ചുകൊണ്ട് ഈ ഉപവാസ യജ്ഞത്തിന് അനേകർ കടന്നു വരുന്നതിന്റെ കാരണം അദ്ദേഹത്തിന്റെ സ്ഥാനത്തിന്റെ വലിപ്പം അറിയാവുന്നതുകൊണ്ടാണ്. എന്നാൽ അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട സഭയിലെ ചിരപുരാതനമായ ദേവാലയത്തിന്റെ മാമോദീസ തൊട്ടിയിൽ നിന്ന് സഭാവിശ്വാസം സ്വീകരിച്ച ഈ സഭയുടെ ഒരു പൈതൽ അത് മനസ്സിലാക്കുന്നില്ല. അദ്ദേഹം നിഷ്പക്ഷനാണെന്നാണ് പറയുന്നത്. ഇതിനെ പറയുന്നത് നിഷ്പക്ഷമെന്നല്ല, ഇതിനെ പറയുന്നത് നാട്ടലില്ലായ്മ എന്നാണ്. ഞാൻ അദ്ദേഹം വിചാരിച്ചു ആദ്യം അദ്ദേഹം ഒരു കരിങ്കൽ പ്രതിമയായിരിക്കുമെന്ന്. പിന്നീടാണ് എനിക്ക് മനസ്സിലായത് കരിങ്കൽ പ്രതിമയാണെങ്കിൽ നിഷ്പക്ഷനായിരിക്കും. ഇതല്ല, അദ്ദേഹത്തിന് ഒരു വശത്തോട്ട് കണ്ണും ചെവിയുമുള്ളൂ. പേടിയാണ്. ശ്രീമാൻ ഉമ്മൻചാണ്ടിയോട് ചോദിക്കുകയാണ്, എന്തിനാണ് സഹോദരൻ മലങ്കര ഓർത്തഡോക്സ് സഭയുടെ ഒരു കുഞ്ഞ് എന്ന് പറയുന്നതില് ഞങ്ങൾക്ക് ഇതുവരെയും സന്തോഷവും അഭിമാനവുമാണുള്ളത്. എന്നാൽ ഇത്തരത്തിലുള്ളൊരു പേടിത്തൊണ്ടനാണ് മലങ്കര സഭ. ശ്രീമാൻ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഈ ചർച്ചകളിലൊക്കെ പങ്കെടുക്കുവാനായിട്ട് ശ്രമിച്ച ഒരു വ്യക്തിയാണ്. മലങ്കര സഭയുടെ ഒരു സ്നേഹിതനാണ്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം കോട്ടയത്തിന്റെ MLA ആയി തെരഞ്ഞെടുക്കപ്പെട്ടത് എന്നൊരു സംശയമില്ല. ഏറ്റവും കുറഞ്ഞ ഭൂരിപക്ഷത്തിൽ അദ്ദേഹം ജയിച്ചപ്പോൾ ഓർക്കുക, ദേവലോകത്തിൽ നിന്ന് പരിശുദ്ധ കാതോലിക്ക ബാവായും വോട്ട് ചെയ്യുവാൻ പോയിരുന്നു എന്നുള്ളത് ഓർക്കുക. അദ്ദേഹം ഇവിടുത്തെ റവന്യൂ മന്ത്രിയാണെങ്കിൽ ഇവിടുത്തെ മന്ത്രിമാരെ ആണ് ഇവിടുത്തെ റവന്യൂ
ഭരണം നടത്തുന്നത് എങ്കിൽ, ഇവിടുത്തെ കളക്ടർമാർക്ക് നിർദ്ദേശം കൊടുക്കുന്നത് എങ്കിൽ നീതി നടപ്പാക്കുവാനുള്ള ഉള്ളതായ വലിയ ഉത്തരവാദിത്വം അദ്ദേഹത്തിനുണ്ട്. മറിച്ച് അതിന് പേടിയാണെങ്കിൽ ഓഫീസിനകത്തിരുന്നു കൊള്ളുക, ഞങ്ങൾ പുറത്തു വരിക്കും. ഇതിനൊരു ഉണ്ടാകാതെ ഓർത്തഡോക്സ് സഭാമക്കൾക്ക് ഇവിടെ നിന്ന് പോകുവാനായിട്ട് സാധിക്കുകയില്ല. ഈ കാര്യം ഒരിക്കൽ കൂടെ പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകളെ ഉപസംഹരിക്കുന്നു. ഈ സകല സമരത്തിൽ ഗാന്ധിയൻ മാർഗത്തിലൂടെ പ്ലീസ് ഒരു പറയുന്നത് ശ്രദ്ധിക്കണം. ഇത് ഗാന്ധിയൻ സമരമാണ്, സഹന സമരമാണ്. ഒരു പോലീസും ഇവിടെ ഇല്ല എങ്കിലും ഇന്ന് ആർക്കും ഒരു പ്രയാസവും ഉണ്ടാവുകയില്ല. മലങ്കര സഭാ മക്കൾ വളരെ സമചിത്തതയുള്ളവരാണ്. ഇന്ന് നമ്മൾ തീർക്കുന്നില്ല എങ്കിൽ നാളെ മുതൽ സംഭവങ്ങൾക്ക് വ്യത്യാസമുണ്ടാകും. ഇത് മാത്രമാണ് ഓർപ്പിക്കുവാനുള്ളത്. സ്ലീഹായുടെ സിംഹാസനം, അനീതിയുടെ മപ്രിയാണ്, അറബിക്കടലിൽ അനീതിയുടെ മപ്രിയാണ്. മലങ്കര വർഗീസിനെ വധിച്ചവരുടെ ഘാതകരെ കണ്ടുപിടിക്കുക, അറസ്റ്റ് ചെയ്യുക, യഥാർത്ഥ നീതി നടപ്പാക്കുക, കോടതികളുടെ വിധിയെ മാനിക്കുക. ഇല്ല എങ്കിൽ ബഹുമാനത്തോടുകൂടി ഞങ്ങൾക്ക് നട്ടലില്ല, ഇതിനുള്ള കഴിവ് ഞങ്ങൾക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് നെഞ്ചോട് ചേർത്ത് നിങ്ങളെ ഇനിയും മലങ്കര സഭ സ്വീകരിക്കും. ഇപ്പോൾ രാജിവെച്ചിറങ്ങി പോകാമെങ്കിൽ, അല്ല എങ്കിൽ നീതി നടപ്പാക്കി തരിക. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.